ഒരിക്കലും നിങ്ങൾ EMI ഉപയോഗിച്ചിട്ട് ഐഫോൺ വാങ്ങരുത്. അതുവേണം ഒരുപാട് കാലമായിട്ട് കൂട്ടി വെച്ച പൈസ കൊടുത്തും നിങ്ങൾ ഐഫോൺ വാങ്ങരുത് എന്നാണ് ഈ ഒരു ഐഫോൺ ഒരു വർഷമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ 43,500 രൂപയ്ക്കാണ് ഈ ഒരു ഐഫോൺ 13 128 GB മൊബൈൽ വാങ്ങിയത്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പൈസ നീക്കിയിരിപ്പ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഐഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും നിങ്ങൾക്ക് ഐഫോൺ വാങ്ങാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒരു ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ കൂടുതൽ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുകയുള്ളൂ. അതുവേണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്തും അറിയിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഐഫോൺ ഉപയോഗിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വീഡിയോ ചെയ്യാനാണ്. നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ. പിന്നെയാണെങ്കിൽ ഇതിൽ കോളൊക്കെ തീരെ വിളി കുറവാണ്. കാരണം ഇത് റീചാർജ് ചെയ്യാത്ത ഒരു ജിയോ സിമ്മാണ് ഇതിനകത്ത് കിടക്കുന്നത് തന്നെ. ഒരുപാട് വർഷം ഞാൻ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഐഫോൺ ആണെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഈ ഒരു ഐഫോൺ വലിയ സംഭവം ഒന്നുമല്ല എന്ന് ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കുന്ന പല ഫീച്ചറും ഈ ഐഫോണിൽ ഇപ്പോഴൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിലെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റും ഫോൺ. പക്ഷേ നമ്മുടെ ഐഫോണിലോ 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ് മാത്രമേ ഉള്ളൂ. അതും ഈ ഒരു ഫോൺ മേടിക്കുമ്പോൾ ചാർജറൊന്നും കൂടെ കിട്ടില്ല. അത് 2000 രൂപ കൊടുത്തിട്ട് എക്സ്ട്രാ പൈസ മുടക്കി മേടിക്കണം. അതും പോരാത്തതിന് ഇതിൻ്റെ ചാർജറിൻ്റെ കേബിളില്ലേ അതിന് 2000 രൂപയാണ് വില. അത് പോയി കഴിഞ്ഞാൽ പിന്നെ 2000 കൊടുത്ത് മേടിക്കണം. ഇപ്പോൾ ഫോണിൻ്റെ കൂടെ ഓരോ ഫ്രീ ആയിട്ട് ലഭിക്കും. പിന്നെ 3.2 ജാക്ക് കുത്തിയിട്ട് എന്തെങ്കിലും ഹെഡ്ഫോണോ മൈക്കോ എന്തെങ്കിലും കുത്തണമെങ്കിൽ അതിനായിട്ട് ഒരു അഡാപ്റ്റർ പോലത്തെ കേബിൾ മേടിക്കണം. അതിനും കൊടുക്കണം ഓൺലൈനിൽ ഏകദേശം ഒരു 700-800 രൂപ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും വരുമാനമോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ നീക്കിയിരിപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഇത് മേടിക്കുക. അല്ലെങ്കിൽ ഈ സാധനം തൊട്ടാൽ കയ്യിൽ പൈസ പോകും. പിന്നെ ഇതിൻ്റെ പകുതി പൈസയ്ക്ക് കിട്ടുന്ന ആൻഡ്രോയിഡ് ഫോണിലുള്ള ഡിസ്പ്ലേയുടെ വലിപ്പവും അതിൻ്റെ ഒരു സെറ്റപ്പും പിന്നെ മെമ്മറിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെയധികം കുറവാണ്. അപ്പോൾ ആ കാര്യം അങ്ങ് പോവാം. പിന്നെ ബാറ്ററി ഹെൽത്ത് അതാ ഇത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ടാകും. ഇതൊക്കെ കണ്ട് നിങ്ങൾ ചിലപ്പോൾ പേടിച്ചും പോകും. ഒരു വർഷം നിങ്ങൾ കഷ്ടപ്പെട്ട് ലോണൊക്കെ അടിച്ചടിച്ച് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡിസ്പ്ലേ ചിലപ്പോൾ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ അടിച്ചു പോകും. വൈറ്റ് സ്ക്രീന്, ബ്ലൂ സ്ക്രീന്, പിന്നെ ഗ്രീൻ സ്ക്രീനോ അങ്ങനെ പല സ്ക്രീനായിട്ട് വന്ന് സംഭവം അടിച്ചു പോകും. ഇങ്ങനെ അടിച്ചു പോയി കഴിഞ്ഞാൽ ആപ്പിൾ ഇന്ത്യയിൽ വലിയ സപ്പോർട്ടൊന്നുമില്ല. യൂറോപ്പിലൊക്കെ യൂറോപ്യൻ യൂണിയനൊക്കെ ഇടപെടുന്നതുകൊണ്ട് അവിടെയൊക്കെ നല്ല അടിപൊളി സപ്പോർട്ടാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ വളരെ മോശമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പവർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാറിക്കിട്ടും. ഐഫോൺ അടിച്ചു പോയ കൂട്ടുകാർ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണുന്ന പലർക്കും അതൊരു ഉപകാരമായിരിക്കും. പുതിയതായിട്ട് ഐഫോൺ വാങ്ങാൻ പോകുന്നവർക്കൊക്കെ നല്ലൊരു അനുഭവമായിരിക്കും അതൊക്കെ. നിങ്ങൾ എപ്പോൾ അടിച്ചു പോയി, സർവീസ് സെൻറ്റർ എന്ത് പറഞ്ഞു, ഫ്രീ ആയിട്ട് മാറിക്കിട്ടിയോ? പിന്നെ നമ്മൾ ഐഫോൺ ആണെങ്കിൽ EMI അല്ലെങ്കിൽ ഒരുപാട് നാൾ പൈസ കൂട്ടി വെച്ചിട്ട് വാങ്ങിയതാണെങ്കിൽ ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ കള്ളനും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര അധികം നിരാശയായിരിക്കും. കാരണം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് ഒരുപാട് വില കൂടിയ ഫോൺ മേടിക്കാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു മാക്സിമം ഒരു 20,000 രൂപയുടെ ഫോൺ മേടിക്കുക, അത് മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ നല്ല വരുമാനം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ പൈസ നീക്കിയിരിക്കാൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രം വാങ്ങുക. അല്ലെങ്കിൽ ഇഷ്ടം പോലെ കൂട്ടുകാർ ഫോൺ വാങ്ങിയിട്ട് നല്ല പൈസ കൊടുത്ത് വാങ്ങിയിട്ട് പിന്നീട് കഷ്ടപ്പെടുന്ന കഥകൾ നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് പറഞ്ഞാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. ഏകദേശം ഒരു വർഷം ആകാറായി നമ്മുടെ ഫോൺ വാങ്ങിയിട്ട്. ഇപ്പോൾ ബാറ്ററി ഹെൽത്ത് വരുന്നത് 99%. ഞാൻ ഗെയിം കളിക്കാനായിട്ടും അതുവേണം നമ്മുടെ കോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു ഐഫോൺ ഉപയോഗിക്കുന്നില്ല. അതിനായിട്ട് ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു യൂസ് ഇല്ല. കൂടുതലും വീഡിയോ ഷൂട്ട് ചെയ്യാനും 4K വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 4K വീഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാനും നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. ആ സമയത്ത് ചെറിയ ലാഗൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് നിർത്തിയിട്ട് ഫോൺ വെറുതെ വെച്ചേക്കും. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യും. പിന്നെ ഇതാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് ഇല്ല, വേറെ 128 GB ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് ആപ്പൊന്നും നമ്മൾ കയറ്റിയിട്ടില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട ആപ്പ് മാത്രം കയറ്റി ഉപയോഗിക്കുന്നു. ഞാൻ കൂടുതൽ ടൈം ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണാണ്. അതിനകത്താണ് ഒട്ടുമിക്ക ആപ്പും. ബാങ്കിൻ്റെ ആപ്പൊക്കെ മൊത്തം അതിനകത്താണ്. ഇതിൽ ഒന്നുമില്ല. ഞാൻ നോക്കട്ടെ, ഒരു സാധാരണ ആൻഡ്രോയിഡ് ഫോണേക്കാളും കുറച്ചും കൂടെ നീറ്റായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ഫോണാണ് ഐഫോൺ. ഈ താഴെ കാണുന്ന സ്ക്രൂ ഒക്കെ തുരുമ്പെടുത്തോ അല്ലെങ്കിൽ ഇത് ക്ലാവ് പിടിച്ചിട്ടോ ഏതോ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വാറണ്ടി കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടത്. അറിയത്തില്ല. അങ്ങനെ അനുഭവമുള്ളവർ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വൻ ശോകമാണ്. സ്ക്രൂ ഒക്കെ ഇപ്പോഴും പുറത്തേക്കൊക്കെ വെക്കുന്നത് വളരെ മോശമാണ്. ഇതൊന്നും സ്ക്രൂ ഇല്ലാണ്ട് ഇമാർക്ക് സെറ്റ് ചെയ്യാൻ പാടില്ലേ? ഇത്ര വില കൊടുക്കുന്നതല്ലേ?
ഈ പറഞ്ഞ ആൻഡ്രോയിഡ് ഫോണിലൊന്നും കാണുന്നില്ലല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സംഭവം ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് പഠിക്കാമെന്നുള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. ഐഫോൺ എന്ന് വെച്ചാൽ വലിയ തലകുത്തി പറയുന്ന കേസൊന്നുമല്ല, ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. പിന്നെ കയ്യിൽ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാം, നമുക്ക് ഐഫോണാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് സെറ്റപ്പ് ഉണ്ട്. അതല്ലാണ്ട് നിങ്ങൾ വലിയ പൈസ ഒന്നും കയ്യിലില്ലെങ്കിൽ മുടക്കി മേടിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.